പ്രിയമുള്ളവരെ, വചനജ്വാല 1233 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 15 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായം 11 മുതൽ ഉള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദൈവം മറന്നിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്, അവിടുന്ന് ഒരിക്കലും അത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. കർത്താവേ, ഉണരണമേ, ദൈവമേ, അവിടുന്ന് കരം ഉയർത്തണമേ, പീഡിതരെ മറക്കരുത്. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥനെ അവിടുന്ന് സഹായകനാണല്ലോ. ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുന്നത് വരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്ത് നിന്ന് അറ്റുപോകും. കർത്താവെ, എളിയവരുടെ അഭിലേഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല. നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 7 വരെയുള്ള തിരുവാക്യങ്ങൾ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. നീതിമാന്റെ ആശ്രയം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. ഞാൻ കർത്താവിൽ അഭയം തേടുന്നു, പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്കെന്നോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയെ ഇരുട്ടെയ്യാൻ വേണ്ടി ദുഷ്ടർക്ക് വില്ലുകുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു. തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പ്രഥമ ക്രിസ്ത്യൻ സന്യാസിയായ വിശുദ്ധ പൗലോസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ക്രൈസ്തവ സന്യാസികൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈജിപ്തിലാണ്. അവരിൽ പ്രഥമനാണ് വിശുദ്ധ പൗലോസ്. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ മരിച്ചു പോയെങ്കിലും നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. സേസിയൂസ് ചക്രവർത്തിയുടെ മതപീഡനത്തെ ഭയന്ന് മരുഭൂമിയിലേക്ക് ഒളിച്ചു പോയിട്ടുണ്ട്. ഒരു ഗുഹയിൽ താമസിച്ച് ഇല കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവിടുത്തെ പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ചു. 22 വയസ്സ് മുതൽ 21 കൊല്ലക്കാലം ഇങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഏലിയാസിനെന്ന പോലെ ഒരു കാക്ക ഭക്ഷണമായി വരാൻ തുടങ്ങി. ഇങ്ങനെ 7 കൊല്ലത്തോളം തുടർന്നു. അങ്ങനെയിരിക്കെ 90 വയസ്സുള്ള ആന്റണി സന്യാസി പൗലോസിന്റെ അടുക്കൽ വന്ന് അന്ന് കാക്ക 2 അപ്പം കൊണ്ടുവന്നു.
ഇരുവരും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഭക്ഷിച്ചു. അതിനുശേഷം ആന്റണി സന്യാസി, ഞാൻ മരിക്കാൻ തയ്യാറായെന്നും മരിച്ചാൽ അത്തനേഷ്യസ് തന്നിട്ടുള്ള വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് സംസ്കരിക്കണം എന്നും പറഞ്ഞു. ആന്റണി വസ്ത്രമെടുക്കാൻ പോയപ്പോൾ പൗലോസിന്റെ ആത്മാവ് മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. പൗലോസ് മുട്ടുകുത്തി നിൽക്കുന്ന നിലയിൽ മരിച്ചു. പ്രിയരെ, ഇന്ന് തന്നെ വിശുദ്ധ മക്കാരിയൂസ് സീനിയറെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. 112 വയസ്സിൽ മരിച്ച വിശുദ്ധ പൗലോസിന്റെയും വിശുദ്ധ മക്കാരിയൂസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.